ഹല്ലേലൂയ. നന്ദി കർത്താവേ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തിയതോർത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകകാല മഹാമാരി നമുക്കറിയാം, കാറ്റടിച്ച് അല്ലെങ്കിൽ ദേശമെല്ലാം കാറ്റ് ഊതുന്നത് പോലെ മഹാമാരി അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കണക്കുകളൊന്നും കൃത്യമല്ല, അനേകര കണക്കുകൾ വരുന്നില്ല, അനേകർ പറയുന്നില്ല. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അനേകരും ഭവനത്തിലിരിക്കുന്നുണ്ട്. ഭവനങ്ങളിൽ തന്നെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പല കണക്കുകളും നമ്മൾ അറിയുന്നില്ല, കൃത്യമല്ല. അപ്പോൾ തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി പുതിയൊരു വകഭേദം വരുന്നു. ജീസസ്, വളരെ മാരകമായ പുതിയൊരു വകഭേദം വരുന്നു. ഇങ്ങനെ മഹാമാരികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വചനം ഇങ്ങനെ പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലര് മാറ്റപ്പെടും. ഹല്ലേലൂയ. ചിലര് പിന്നെയും പ്രത്യാശയോടെ നിൽക്കും. അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ജീസസ്. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സർവശക്തന്റെ കഴിവ് ഇതിനകത്ത് ഇടയ്ക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിന്റെ എല്ലാം ഇടയിൽ, ഈ പോരാട്ടങ്ങളുടെ ഇടയിൽ അതും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. പഴയ ഒരു പാട്ടുണ്ടല്ലോ, എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ എന്റെ യാത്രയൊന്നും പറഞ്ഞു. ഒരു പഴയ പാട്ട് അങ്ങനെ പാടി കേൾക്കാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, എന്തെല്ലാം വരട്ടെ, നമുക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യാം. ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അല്പസമയത്തെ ചിന്തയ്ക്കായി വളരെ പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർഗം എടുത്തുകൊള്ളുകയും. സർവായുധവർഗത്തെ കുറിച്ച് പറയാനല്ലേ നിൽക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം ഞാൻ സർവായുധവർഗത്തെ കുറിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നാൽ നമ്മളിവിടെ വായിച്ച് തുടങ്ങിയപ്പോൾ ഒരു വാക്കവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, ഈവിൾ ഡേയ്സ്, ഇൻ ദ ഈവിൾ ഡേയ്സ്, ദുർദിവസത്തിൽ എതിർപ്പാനും. അപ്പൊ ഈ ഈവിൾ ഡേയ്സിൽ എതിർത്തു നിൽക്കണം. ഹല്ലേലൂയ. അല്ലേ അതിനകത്ത് പെട്ടുപോകും. ഹല്ലേലൂയ. അപ്പൊ ഈ ഈവിൾ ഡേയ്സിൽ എതിർത്തു നിന്നെങ്കിലേ ഈ കോലാഹലങ്ങളെല്ലാം സമാപിച്ചു കഴിയുമ്പോൾ എന്ത് പറഞ്ഞാൽ ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടത്. 4 വശത്തും പോരാട്ടങ്ങൾ ശക്തമായി വരികയാണ്. ഈ 4 വശത്തുനിന്ന് വരുന്ന പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ആ കൂട്ടത്തിലാണ് ഈ ഈവിൾ ഡേയ്സ്. എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. അപ്പൊ ഇതെല്ലാം സമാപിക്കുന്ന ഒരു സമയമുണ്ട്, തീരുന്ന ഒരു സമയമുണ്ട്. ആ തീരുന്ന സമയത്ത് നമ്മളെ കാണാതെ പോകരുത്. എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതിനാണ് താഴോട്ട് പറയുന്നത്, എന്ത് ചെയ്തോണമെന്ന്? സർവായുധവർഗം ധരിച്ചോണം. ഹല്ലേലൂയ. മറ്റൊരു അവസരത്തിൽ അങ്ങനെ ഒരു ആലോചന ചെയ്യുവാൻ ഇടപെടൽ അതൊന്നുകൂടെ വിശദീകരിച്ച് പറയാം. ഇപ്പോ ഹല്ലേലൂയ അങ്ങനെ അല്ല പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഈ ഈവിൾ ഡേയ്സ്, അതാണ് നമ്മുടെ ചിന്ത. ഈവിൾ ഡേയ്സ്
ഈ ദുർദിവസത്തിൽ എന്ത് ചെയ്യണം? ആരെയും എതിർത്തു നിൽക്കണം. എതിർത്ത് മുകളിൽ 4 നിലകളിലുള്ള പൈശാചിക പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്വത്രം ഹല്ലേലൂയ. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ ഇന്യൂമറബിൾ നമ്പർ ഓഫ് ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത നിലയിൽ ഹല്ലേലൂയ ഈ ദുഷ്ടശക്തികൾ എവിടെ കിടപ്പുണ്ട്? ആകാശമണ്ഡലങ്ങളിലുണ്ട്. സ്വത്രം. അപ്പോ ഹല്ലേലൂയ താഴെ പറയുന്നു, ഈ ഈവിൾ ഡേയ്സിൽ ദുർദിവസത്തിൽ എതിർത്ത് നിന്നെങ്കിലേ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പം എതിർത്ത് നിൽക്കണമെങ്കിൽ ഇതിന് താഴെ തന്നെ വേണമെന്നാ പറഞ്ഞ് സർവൈവൽ നിർദ്ദേശിക്കണം. പോട്ടെ, നമുക്കിപ്പോ അതല്ല ചിന്ത. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. സ്വത്രം. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ 1 കൊരിന്ത്യർ 2:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. എന്താ വായിക്കുന്നേ? ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചു നോക്കി, ഒരു മനുഷ്യന്റെയും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത തലത്തിൽ, ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്ത തലത്തിൽ, ഒരു ഹൃദയത്തിലും തോന്നാത്ത നിലയിലുള്ള ദുഷ്പ്രവൃത്തികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. 2, നമ്മളൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട്. അന്ത്യനാളുകൾ വരുമ്പോൾ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ. പക്ഷെ അതുവല്ലതാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേട്ടുകേൾവി പോലുമില്ലാത്ത ചെറിയ നിസ്സാരമായൊരു വൈറസ് വന്നിട്ട് ലോകം മുഴുവൻ വിറച്ചു നിൽക്കുക. പ്രാച്ചുണ്ടെങ്കിൽ പോലിക്കുന്ന പറഞ്ഞ ലോകരാജ്യങ്ങൾ മുഴുവൻ വിറച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത വകഭേദം വരിക, മാരകമായത്. സ്വത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത നിലയിൽ കുഞ്ഞു സാധനമാണ്. കുഞ്ഞ് കണ്ണുകൊണ്ട് കാണത്തില്ല, മൈക്രോസ്കോപ്പിലേ കാണത്തുള്ളൂ. പക്ഷെ ഈ കൊച്ചു സാധനം നിന്ന് ലോക രാജ്യങ്ങളെ വിറപ്പിക്കാം. ഒരു 20 കൊല്ലം മുമ്പ് ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്? ഭൂകമ്പം വരുമെന്നും സുനാമി വരുമെന്നും ഹല്ലേലൂയ. സ്വത്രം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീഴുമെന്നോ മലയിടിഞ്ഞു വീഴുമെന്നോ സ്വത്രം ഒക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അഗ്നിപർവ്വതം പൊട്ടും, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിയിട്ടില്ല. ഒരു മനുഷ്യന്റെ ഒരു തോന്നാത്തതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇതിലും ഭയങ്കരമായത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവജനം ഉണർന്നിരിക്കണം, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം എടുത്താട്ടെ. 22-ാം വാക്യം മുതൽ വായിക്കാം. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. നിൽക്കട്ടെ. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ജീസസ്. യെശയ്യാപ്രവചനം 61:2 ഒന്ന് വായിച്ചു. യെശയ്യാപ്രവചനം 61:2. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണത്. ഇത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4:18 മുതൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഓക്കെ, അവിടെ വായിക്കും. ഇത് വായിച്ചു. അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നെ യേശുവിനെ അഭിഷേകം ചെയ്തു,
ഇരിക്കൊണ്ട് ആ. യഹോവയായ കർത്താവിന്റെ ആത്മാവെ എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. അടുത്ത സജ്ജെ നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം. മതി. ഇവിടെ യേശു കർത്താവിനെ പറഞ്ഞു നോക്കിക്കേ. മറ്റേത് പ്രവാചകൻ ആത്മാവിൽ എഴുതി വെച്ചു. എന്നാൽ യേശു തന്നെ പറയുന്നു, ശ്രദ്ധിച്ച്, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ജീസസ്. എന്നിട്ട് ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് ഈ ജനത്തിന്റെ മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളും ജാതികളെ ചവിട്ടിക്കളയുകയും ചെയ്യും. ഒടുവിലത്തെ ഭാഗം കഴിഞ്ഞ നാളുകൾ സംഭവിച്ചു, ഇനി സംഭവിക്കും. ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കി, ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒടുവിലത്തെ അടുത്ത ഭാഗം കഴിഞ്ഞ നാളുകൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചു, ഇനിയും സംഭവിക്കും മഹോദരകാലത്ത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ യേശു അവിടെ പറഞ്ഞ ആദ്യത്തെ ഭാഗം നോക്കി, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച നാളുകൾ മുതൽ, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം, ആദാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവം തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഹല്ലേലൂയ. പിന്നത്തേതിൽ ആദമിന്റെ സന്തതിയാകുന്ന കയ്യിലിൽ കൂടെ പെരുകി വന്ന ജനം ദൈവത്തിൽ തെറ്റിമാറി അനുസരണക്കേട് കാണിച്ചു. പിശാചിന്റെ പണിയാളുകളായി പിശാച് അവർക്ക് എങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കണമെന്നും മ്ലേച്ഛത പ്രവർത്തിക്കണമെന്നും ക്രൂരത പ്രവർത്തിക്കണമെന്നും കൊലയും നടത്തണമെന്നുള്ള എല്ലാം പിശാച് പഠിപ്പിച്ചു കൊടുത്തു. മദ്യം ഉണ്ടാക്കി അങ്ങനെ കുടിക്കണമെന്നുള്ളത് പിശാച് പഠിപ്പിച്ചു കൊടുത്തു. ആയുധങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് പിശാച് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടത്തെ ആ കാലം മുതൽ പിശാച് ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഈ നാളുകളിൽ അത് തന്നെ സംഭവിക്കുന്നു. സദ്വർത്തമാനം കേൾക്കാനുണ്ടെങ്കിലും സദ്വർത്തമാനം ആർക്കും വേണ്ട. അഥവാ ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, സുവിശേഷം അതാർക്കും വേണ്ട. ജീസസ്. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുന്ന യേശു കർത്താവ് വിളിച്ചു പറഞ്ഞപ്പോൾ ആ യേശുവിന്റെ സൗമ്യതയും താഴ്മയും ഏറ്റെടുത്ത് ഹല്ലേലൂയ യേശുവിന്റെ പ്രതിരൂപങ്ങളായി മാറുവാൻ ഹല്ലേലൂയ കോടിക്കണക്കിന് ജനത്തിന് താല്പര്യമില്ല. അവർ ഊമവിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവം അല്ലാത്തതിന്റെ മുമ്പിൽ വണങ്ങി, സൃഷ്ടികളുടെ മുമ്പിൽ വണങ്ങി, സൃഷ്ടിച്ചവനെ മറന്നിട്ട് തങ്ങളുടെ ഉള്ളിൽ ജീവൻ തന്ന ദൈവത്തെ മറന്ന് അവരുടേതായ വഴികളിൽ ഓടുമ്പോൾ നോക്കിയേ, സമയം ദൈവം അനുവദിച്ച സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു ദൂതുണ്ട്. അമോന്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പം ഈ അതിക്രമങ്ങളും മ്ലേച്ഛതകളും ദുഷ്പ്രവൃത്തികളും ഒക്കെ ചെയ്യുമെന്നെങ്കിലും അതിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം തീരാറായി. അതുകൊണ്ട് തന്നെ ഇത് പ്രതികാര നാളുകളാണ്. മനുഷ്യൻ ദൈവത്തെ മറന്നത് നിമിത്തം, ദൈവത്തെ ഉപേക്ഷിച്ചത് നിമിത്തം തങ്ങളുടെ ജീവനെ നിലനിർത്തിയിരിക്കും. നമുക്കറിയാം, എത്ര ബലമായിട്ട് നിൽക്കുന്നവനും അകത്തേക്ക് എടുക്കുന്ന ശ്വാസം തിരികെ വന്നില്ലെങ്കിൽ അവൻ അടുത്ത നിമിഷം ശവമായി മാറി. ജീസസ്. എത്ര മിടുക്കനാണേലും ശ്രേഷ്ഠനാണേലും എത്ര പവറുള്ള വ്യക്തിയാണെങ്കിലും അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തു വന്നില്ലെങ്കിൽ അവൻ ശവമായി. ജീസസ്. എന്നാൽ തങ്ങളുടെ ജീവശ്വാസം നെബൂഖദ്നേസറിനോടും അവന്റെ മകനോടും കൊച്ചുമകനോടും ഒക്കെ ദാനിയേൽ പ്രവാചകൻ ദൂത് പറയുമ്പോൾ
നിങ്ങളുടെ ജീവശ്വാസത്തെ കൈവശമുള്ള സർവശക്തനായ ദൈവത്തെ വണങ്ങാതെ, അല്ലെ, ആ ദൈവത്തിന് ബഹുമാനം കൊടുക്കാതെ പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ജീവനില്ലാത്തതിനെ, വെള്ളി പൊന്നെ ആ താമ്രം എന്നുകൊണ്ടുണ്ടാക്കിയതിനെ നമസ്കരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ന്യായവിധി വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. പ്രതികാരകാലം. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികാരകാലം ദൈവം അനുവദിച്ച് പോട്ടെ എന്റെ സൃഷ്ടികളല്ലേ, ഹല്ലേലൂയ, അവർ ഇന്നലെ നാളെ മടങ്ങി വരും. വീട്ടിൽ നമ്മൾ പുറപ്പെട്ടു പോയ മകന് വേണ്ടി കാത്തിരിക്കുന്ന അപ്പനെ പോലെ യുഗങ്ങൾ കാത്തിരുന്നു. ഹല്ലേലൂയ, മടങ്ങി വരുന്നില്ല. ജീസസ്. മ്ലേച്ഛത വർദ്ധിക്കുന്നു. മണ്ണിന്റെ നിലവിളി സ്വർഗത്തിൽ കയറി. ആ നിർദോഷ രക്തങ്ങൾ വീണ് ആബേലിന്റെ രക്തം അന്ന് ഭൂമിയിൽ നിലവിളിച്ചതുപോലെ നിർദോഷ രക്തം, ദൈവമക്കളുടെ രക്തം ഈ മണ്ണിൽ വീണ് അവയെല്ലാം നിന്ന് നിലവിളിക്കുന്ന നിലവിളി സ്വർഗത്തിൽ കയറി. 2, നീതി കിട്ടാതെ നിലവിളിക്കുന്നവരുണ്ട്. അവരുടെ നിലവിളി സ്വർഗത്തിൽ കയറി. ഹല്ലേലൂയ. ജീസസ്. ആ പിശാചിനാലും മനുഷ്യരാലും കഷ്ടമനുഭവിക്കുന്നവരുടെ നിലവിളി സ്വർഗത്തിൽ കയറി. അപ്പോ ഈ നിലവിളികളെല്ലാം സ്വർഗത്തിൽ ചെന്നപ്പോ ദൈവം നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഭൂമി ഏറ്റവും വഷളായിരിക്കുന്നു കണ്ടു. അതുകൊണ്ടാണ് പ്രതികാര നാളുകൾ വെളിപ്പെട്ടിരിക്കുന്നത്. ജീസസ്. ആർക്കും തടയാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഈ നാളുകളിൽ ഹല്ലേലൂയ, ഫസ്റ്റ് ഡോസ് എടുത്തു, സെക്കൻഡ് ഡോസ് എടുത്തു, ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും വൈറസ് കയറി പിടിക്കുക. എവിടാ പിന്നെ സംരക്ഷണം? എവിടാണ് പിന്നെ ഹല്ലേലൂയ വിടുതൽ? ഹല്ലേലൂയ. ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുത്താൽ ഒരാശ്വാസം ഉണ്ടെന്ന് ആദരിച്ച്, പക്ഷേ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടും ഒരു രക്ഷയില്ല, കയറി പിടിക്കുകയാണ്. കാരണം എന്നറിയോ? ദൈവം അനുവദിച്ചിട്ട് വന്നത്. അതിനെ തടയാൻ ഒരു ശാസ്ത്രത്തിനും ഒരു മരുന്നിനും കഴിയത്തില്ല. ദൈവം തടയണം. ഹല്ലേലൂയ. അങ്ങോട്ട് പോകണ്ടെന്ന് ദൈവം പറഞ്ഞാൽ പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഈ പ്രതികാര നാളുകൾ, ഈ കാലം ഇതൊരു പ്രതികാര കാലമാണ്. ജീസസ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഹല്ലേലൂയ, സ്വത്രം. പിന്നെ യേശു കർത്താവ് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. 18-ാം വാക്യം നോക്കി. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ലതാനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. എന്തെല്ലാം വരട്ടെ, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകത്തില്ല. എന്നാൽ അതിനിടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ കേൾക്കും. നമ്മൾ അയ്യോടാ അതന്നെ അങ്ങനെ, അതൊക്കെ ഇതിനിടയ്ക്കുള്ളതാണ്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കാനും ചോദിക്കാനും പോകണ്ട. അതൊക്കെ ദൈവം അനുവദിച്ചു വരുന്ന കാര്യങ്ങൾ. ജീസസ്. ഹല്ലേലൂയ. പക്ഷേ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുന്നോ, വചനത്തിൽ നിൽക്കുന്നോ, ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിച്ച് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നോ, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും പൊഴിഞ്ഞു പോകത്തില്ല. ജീസസ്. കാരണം നാം നിൽക്കുന്ന കാലത്തെ കുറിച്ച് 2 തീമോഥെയോസ് 3:1 മുതൽ വായിച്ചേ. നമ്മൾ നിൽക്കുന്ന ഈ കാലത്തെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് അതിശക്തമായി പറയുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. കണ്ടോ, അതാ ഈവിൾ ഡേയ്സ്. ദുർഘട സമയങ്ങൾ, ഈവിൾ ഡേയ്സ് വരുമെന്നറിയുക. ഈവിൾ ഡേയ്സ് വരുമെന്നറിയുക. മനുഷ്യരുടെ സ്വാഭാവികത്തെ കുറിച്ച് പറയാം. സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഭീഷണിക്കാരും അജീന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഉള്ളവരെ വിട്ടൊഴിയുക. നോക്കിക്കേ, ഈ നാളുകളിൽ നമുക്കറിയാം നമ്മുടെ കേരളം തന്നെ എത്ര ശോചനീയമായ അവസ്ഥയിലേക്ക് പോയി. എത്ര
മോശമായി വിവരിക്കാൻ ഒരു വാക്കില്ല. അത്ര മോശമായ നിലയിലേക്ക് മനുഷ്യൻ നാണുപോയി. സ്വത്രം നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അത്ര മോശമാണ്. ഹല്ലേലൂയ, സ്വത്രം. അതിനെക്കുറിച്ച് ഈ അപ്പോസ്തലൻ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. നോക്കി, ഹല്ലേലൂയ, മനുഷ്യർ സ്വസ്നേഹികൾ. കണ്ടോ, തന്നെത്താനെ ഉള്ളവർക്ക് സ്നേഹം, മറ്റാരോടും സ്നേഹമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടില്ല, ഭർത്താവിന് ഭാര്യയോടില്ല, അപ്പനോടില്ല, അമ്മയോടില്ല, അപ്പനും അമ്മയ്ക്കും മക്കളോടില്ല. ഹല്ലേലൂയ, അയലൊക്കെ താമസിക്കുന്നവരോടില്ല. ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം കാണാനില്ലാത്തൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ മോശമായ പ്രവൃത്തികളെല്ലാം കാണുന്നത്. ഓട്ടെ, മനുഷ്യർ സുസ്നേഹികളും പിന്നെ ദ്രവ്യാഗ്രഹികൾ. കണ്ടോ, പണം സമ്പാദിക്കാൻ എന്തും ചെയ്യും. 4 പേരെ കൊള്ളണമേലും കൊല്ലും. ജീസസ്. ആ തൊട്ടടുത്തവന്റെ അതിന് മാന്തി വെട്ടിയെടുക്കണോ വെട്ടിയെടുക്കും. ഹല്ലേലൂയ, അവനെ തല്ലിക്കൊല്ലണോ തല്ലിക്കൊല്ലും. അവനെ തകർക്കണമോ തകർക്കും. ജീസസ്. അത് സ്വന്തം സഹോദരനാണേലും തകർക്കും. പണം ഉണ്ടാക്കണം. അത് മാത്രമല്ല ലക്ഷ്യം. ഈ കാലത്തിന്റെ പ്രത്യേകം നോക്കിക്കേ. കഴിഞ്ഞ നാളുകളിൽ സഹോദരിമാരെല്ലാം വളരെ ശാന്തരായും അടങ്ങിയ തിങ്ങിയും ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. പുരുഷന്മാരെക്കാൾ മുകളിൽ ഇപ്പൊ അവരാ നിൽക്കുന്നത്. അവർ ചെയ്യുന്ന മ്ലേച്ഛതകളും ക്രൂരതകളും വിവരിക്കാൻ കഴിയാത്താണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ കാലത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സ്വത്രം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും. കണ്ടോ, എടുത്താൽ ആകാശമുട്ടയുള്ള കാര്യങ്ങളെ പറയുള്ളൂ. സാധാരണ കാര്യങ്ങളൊന്നും പറയത്തില്ല. വമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്വത്രം. അഹങ്കാരികൾ. വല്ല കുറവുണ്ടോ ഇപ്പൊ? ഹല്ലേലൂയ, അഹങ്കാരത്തിൽ ഒരു കുറവും ഇല്ല. ഞാൻ ആദ്യമേ ഓർപ്പിച്ച പോലെ ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ അഹങ്കാരം എല്ലാം ശമമാകും. ജീസസ്. ഹല്ലേലൂയ. പിന്നെ ദൂഷകന്മാര്. ദൂഷണം പറയുന്നതിന് ഒരു കുറവുമില്ല. എന്ത് വേണേലും പറയും. ജീസസ്. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര്. കണ്ടോ, ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തങ്ങൾക്ക് തന്നെ നിർമ്മലരും തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തതുമായ ഒരു തലമുറ. കണ്ടോ, അപ്പൊ തങ്ങൾ എന്ത് അക്രമം ചെയ്താലും മ്ലേച്ഛത പ്രവർത്തിച്ചാലും അത് തങ്ങൾക്ക് തന്നെ നിർമ്മല നീതീകരിക്കുകയാണല്ലോ. ജീസസ്. ഹല്ലേലൂയ. അശുദ്ധി കഴുകിക്കളയാത്ത തലമുറ. അതാണ് ഇവിടെ പറയുന്നത്. എന്നെ ചെയ്യുന്നേ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. കണ്ടോ, അപ്പനെ അമ്മയെ അനുസരിക്കുന്ന തലമുറ ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു പോയി. ജീസസ്. പിന്നെ ഇടയ്ക്ക് എവിടെയൊക്കെയോ 100 പേരെ എടുത്താൽ ഒരു 10 പേര് കാണുമായിരിക്കും. അവരെല്ലാം ദൈവദിനം പറയുന്ന ഒരു കാര്യം പ്രത്യേകം എന്നിടയ്ക്ക് പറയട്ടെ. ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു, നീ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്ക. സ്വത്രം. നിനക്ക് നന്മ വരണമെങ്കിൽ, പല ഗുണം വരണമെങ്കിൽ അപ്പനെ അമ്മയെ ബഹുമാനിച്ചോണം. ഹല്ലേലൂയ, സ്വത്രം. അടുത്ത് പറയുന്നു നന്ദി കെട്ടവര്. കണ്ടോ, സ്തോത്രം. നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ല. നന്ദിയില്ല. എന്തൊക്കെ ചെയ്താലും നമ്മള് പഴയ കാലത്ത് പറയില്ലേ, കരളെടുത്ത് കൊടുത്താൽ ചെമ്പരത്തി പോവാന്ന് പറയും. അതുപോലുള്ള ഒരു അനുഭവമാണ് നന്ദിയില്ലാത്തവർ. അവരവരുടെ കാര്യത്തിന് വേണ്ടി എന്തറ്റം വരെ വരും. ജീസസ്. കാര്യം കാത്തിച്ചു കഴിയുമ്പോൾ പിന്നെ കാണത്തില്ല. നന്ദിയില്ലാത്തവർ. സ്വത്രം. അശുദ്ധ പറയണ്ടല്ലോ, മുമ്പേ പറഞ്ഞല്ലോ. അശുദ്ധി കഴുകിക്കളയാത്ത തലമുറ എന്ന് പറഞ്ഞാൽ കുറ്റബോധമില്ലാത്ത തലമുറ, പാപബോധമില്ലാത്ത തലമുറ, പിന്നെ വാത്സല്യമില്ലാത്തവർ. ജീസസ്. നിങ്ങൾക്കറിയാം, വാത്സല്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു പൂച്ചയെ കണ്ടാലും ഒരു ആടിനെ കണ്ടാലും ഒക്കെ ഒരു സ്നേഹം തോന്നുക. അത് വാത്സല്യം. കുഞ്ഞുങ്ങളെ കണ്ടാൽ ഒരു സന്തോഷം തോന്നുന്നു. അത് വാത്സല്യം. ഇപ്പൊ അതൊന്നുമില്ല. ജീസസ്. എന്തിനേയും കണ്ടാൽ ഉടനെ കല്ലെടുത്തെറിയോ, വടിയെടുത്ത് അടിക്കോ. ഹല്ലേലൂയ, സ്വത്രം. രക്തത്താൽ ജയമെടുക്കും. വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ. ഇണക്കം എന്ന് പറയുന്ന സാധനമില്ല. ഇണങ്ങയല്ല ആരുമായി. ഹല്ലേലൂയ, സ്വത്രം. ഇണങ്ങാത്തവർ, ഏഷണിക്കാർ. അതിനൊരു കുറവില്ല ഈ കാലത്ത്. ജീസസ്. അജിതേന്ദ്രിയന്മാർ. ഹല്ലേലൂയ. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്തവർ. അജിതേന്ദ്രിയന്മാർ. ഉഗ്രന്മാർ. ഉണ്ടോ? അപ്പം ഉഗ്രന്മാർ. ഈ ഉഗ്രന്മാരെന്ന് പറയുന്ന കൂട്ടം
ആലേലിയ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കില്ലേ, ഇന്നത്തെ ഞാൻ വെട്ടിക്കൊന്നു, അവരെ വെട്ടി. ആലേലിയ. ഇതെന്നറിയാം, ഈ ഉഗ്രന്മാരെ, ഈ ഉഗ്ര പിശാച് കയറിയിട്ടാണ് രാത്രി കയറും, അല്ലെ ചില ദിവസങ്ങൾക്ക് മുമ്പേ കയറും, പ്ലാൻ പദ്ധതി ഒരുക്കും, ഒരു ദിവസം രാത്രിയുടെ വെളുപ്പിനെ അങ്ങ് ചെയ്യും ഉഗ്രന്മാർ. ഇതാ പിശാചാണ് അവരിൽ കയറുന്നത്. ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും. സൽഗുണം എന്ന് പറയുന്ന പരിപാടിയില്ല. ദ്വേഷികളും ദ്രോഹികൾ. എന്ത് ദ്രോഹം വേണേലും ചെയ്യും. എന്നിട്ട് അത് ചിരിക്കും കണ്ടുകൊണ്ട്. ജീസസ്. ഇതൊക്കെ പിശാചുകളാണ്. ആലേലിയ. ദാഷ്ട്യക്കാരും നിഗളികളുമായി. കണ്ടോ, ദൈവപ്രിയമില്ലാതെ. അപ്പൊ ഈ ദൈവപ്രിയം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പ്രതികാലകാലം വെളിപ്പെട്ടത്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്ന് പറഞ്ഞാൽ ജഡീയമായതാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് എന്തും കാട്ടിക്കൂട്ടുന്നത്. ജീസസ്. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചു. അയ്യോ, അങ്ങനെ നമുക്കിപ്പോ ഒരുപാട് പേരെ കാണാനുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ആ വേഷത്തിന്റെ പുറകിൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ. ആലേലിയ. അതാ പകല് മധ്യാഹ്നത്തിൽ സൂര്യൻ ഉദിച്ചാൽ, അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പലതും കാണാൻ കഴിയുമെന്ന് പറയുന്ന പോലെയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അക്ഷരം പ്രതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ലേ അക്ഷരം പ്രതി. അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞ് ആ നാളുകൾ പ്രതികാരകാലമാണ്. അപ്പൊ ഇത് ദൈവത്തിന് സഹിക്കാൻ മേലാതായി. ഈ ലിസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ, ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കണ്ടപ്പോൾ ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. ദൈവം അനുവദിച്ചു. വൈറസ് പൊട്ടി പുറപ്പെട്ടു. ജീസസ്. ഹല്ലേലൂയ. ഇനി ഇതിനേക്കാൾ അതിശക്തമായത് വെളിപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോ കണ്ടു. ഹല്ലേലൂയ. മഹാരാഷ്ട്രയിലൊക്കെ ഈ വൈറസ് ഒന്ന് പോയി കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാണുന്ന ആ തിണർപ്പുകളെ ചുമന്ന് തടിച്ച് ആരെയും വല്ലാത്ത അനുഭവത്തിൽ ഇരിക്കുന്നവരെ, ആഫ്റ്റർ ഇഫക്റ്റ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, മനുഷ്യർക്ക് വരുന്ന വ്രണങ്ങൾ നിമിത്തം അവർ കഷ്ടപ്പെടുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ജീസസ്. അതേ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനിടയിലാണ് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ല. ജീസസ്. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിയിരിക്കുന്നവൻ. ആരെ നമ്മൾ ഗന്ധിരത്തിൽ ഇങ്ങനെ വായിക്കുന്ന കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. യേശുമായി പറ്റിച്ചേർന്നിരിക്കുന്നവരുടെ തലയിലെ ഒരു രോമം പോലും, ഒരു മുടി പോലും പൊഴിഞ്ഞു പോകത്തില്ല. ജീസസ്. കർത്താവിനെ പറഞ്ഞില്ലേ, കാശിന് രണ്ട് കുരിയിലെ വിൽക്കുന്നില്ലയോ, അവയിലൊന്നിനെ പോലും നിങ്ങളുടെ പിതാ മറന്നു പോകുന്നില്ല. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പ്രതികാല നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. നാം ഹല്ലേലൂയ കർത്താവിനോട് പറ്റി നിൽക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, ഹല്ലേലൂയ 1 Corinthians 2:9, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിലുള്ള ആ കാര്യങ്ങളാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരേലും മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത നിലയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീസസ്. ആരേലും മരണങ്ങൾ നമുക്കറിയാം. ഈ ഭീകരവാദികൾ നിമിത്തം ഒരുപാട് ജനം ഈ ഗൾഫ് രാജ്യങ്ങളിൽ, അതിന്റെ അപ്പുറത്തുള്ള രാജ്യ സിറിയ, ദമാസ്കസ്, സിറിയ, ടർക്കി, അങ്ങനെയുള്ള ലെബനോൻ, ഇവിടെയൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ജനം മരിച്ചുപോയി. ജീസസ്. ഏതാ ഭീകര പ്രവർത്തി, ഇറാഖ്, ഇവിടെ എല്ലാം മരിച്ചുപോയി. അതാ ഏറിയാകില്ല. പക്ഷെ ഇത് ലോകം മുഴുവൻ വ്യാപരിക്കുന്നത് കൊണ്ട് വലിയൊരു സംഖ്യ മരണപ്പെട്ടു പോകും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ മനുഷ്യർ 1/3 നശിച്ചു പോകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജീസസ്.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹല്ലേലൂയ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ തോന്നാത്ത നിലകളിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് നാളാണ്? ദുർദിവസം, അല്ലെങ്കിൽ ഈവിൾ ഡേയ്സ്. ഈ ദുർദിവസത്തിൽ എതിർത്തു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം അതിന്റെ മുഴുമഹത്വത്തോടെ ധരിക്കണം. കഴിഞ്ഞ നാളുകളിലേതല്ല, പണ്ട് ധരിച്ചതല്ല, ഈ നാളുകൾക്ക് വേണ്ടിയത് ധരിക്കണം. അതിന്റെ ശക്തി മാറണം, അതിന്റെ വ്യാപ്തി മാറണം, അതിന്റെ തേജസ് മാറണം, ലെവലുകൾ മാറി വരണം ഓരോന്നും. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഓശിയ പ്രവചനം 9:7 എന്ന് വായിച്ചാട്ടെ. ഓശിയ പ്രവചനം 9:7. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. നിന്റെ അകൃത്യ ബാഹുല്യത്താൽ മഹാദോഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രായേൽ അറിയും. ഹല്ലേലൂയ. പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രായേൽ അറിയും. തുടക്കം ഒന്നുകൂടെ വായിച്ച്. നിന്റെ പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. ജീസസ്. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു എന്നല്ല, നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദോഷവും. കണ്ടോ, അകൃത്യങ്ങളുടെ ബഹുത്വം, പിന്നെ പോരാഞ്ഞിട്ട് മഹാദോഷം നിമിത്തം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് രണ്ടും നിമിത്തം പ്രതികാര കാലം നടന്നുകൊണ്ടേയിരിക്കുക. ജീസസ്. ഹല്ലേലൂയ. എന്തോന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മപൂർണൻ ഭ്രാന്തനും ആകുന്നു. ജീസസ്. അതിന് മുകളിൽ രണ്ട് കാര്യം പറഞ്ഞല്ലോ. നിന്റെ അകൃത്യ ബാഹുല്യ നിമിത്തം മഹാദോഷം. കണ്ടോ, അകൃത്യങ്ങളുടെ ബഹുത്വവും മഹാദോഷവും നിമിത്തം ഇത് പ്രതികാരകാലമായി മാറി. ജീസസ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കുണർന്ന് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞില്ലേ, ഹല്ലേലൂയ, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും ഒഴിഞ്ഞു പോകത്തില്ല. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. അതെ, യേശുവുമായി ഒന്നിച്ചു പോകുവാൻ ഈ പ്രതികാര നാളുകളിൽ നമ്മുടെ ചുറ്റും എന്തും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തം നമ്മൾ 91 സംഘത്തിൽ വായിക്കുന്നില്ലേ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുക്കത്തില്ല. വൈറസ് വന്നോട്ടെ, എന്നും വന്നോട്ടെ, പക്ഷേ നീ യേശുവിനോട് കൂടെയാണ് നടക്കുന്നെങ്കിൽ ഒന്നും നിന്നോട് അടുത്ത് വരത്തില്ല. ജീസസ്. അടുത്ത് വരുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. അതുകൊണ്ട് വൈറസ് വന്നവരെല്ലാം ദോഷികളാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവർ മഹാദോഷം ചെയ്തവരാന്നും അല്ല പറയുന്നത്. സ്വത്രം. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ചിലരെ ഇത് കയറി പിടിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. ജീസസ്. ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഇത് ദൈവം അനുവദിച്ചു വിട്ടപ്പോൾ തന്നെയാണ് നമ്മുടെ ചിലരുടെ മേൽ ഇത് ചാടിക്കയറുന്ന ദൈവം അനുവദിച്ചതുകൊണ്ടാണ്. അവിടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വെളിപ്പെടുവാൻ ക്ഷീണിച്ചു പോകുമോ, പുറകോട്ട് പോകുമോ, ഉറച്ചു നിൽക്കുമോ, ഹല്ലേലൂയ, ധൈര്യത്തോടെ നിൽക്കുമോ അറിയാൻ വേണ്ടി പരിശോധനയിൽ കൂടെ. അതുകൊണ്ടല്ലേ ഇതേക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് സഹിപ്പാൻ, യാക്കോബ് പറയുന്നു, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷ തരത്തില്ല. ജീസസ്. ഓരോരുത്തരെയും മാറ്റുരച്ചു നോക്കുന്ന അനുഭവങ്ങളാണിത്. അതിനകത്ത് പിടിച്ചു നിൽക്കുമോ, ഹല്ലേലൂയ, അതോ ക്ഷീണിച്ചു പോകുമോ? അയ്യോ, എനിക്ക് മാത്രം ഇത് എങ്ങനെ വന്നു? നോന്ന് അങ്ങനെ ചിന്തിക്കരുത്. പിടിച്ചു നിൽക്കുവാൻ മാറ്റുരയ്ക്കുന്ന അനുഭവങ്ങൾ കയറി വരും. അവിടെ പിടിച്ചു നിൽക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്തും അയ്യോ പറഞ്ഞ പോലെ ഹല്ലേലൂയ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ജീസസ്.
നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 11:25 വാക്യം വായിച്ചാട്ടെ. 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്നും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിനെ അംശമായി കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇസ്രയേലിന്റെ രക്ഷയെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തുന്നതെങ്കിലും അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ പറയുന്നത് നോക്കിക്കേ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ കിട്ടത് കൊണ്ട് നമ്മളെല്ലാം ബുദ്ധിമാന്മാരാന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. അതിന് പിന്നിൽ രഹസ്യമുണ്ട്. രഹസ്യം പറയുന്നതാണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ആ ജാതികളുടെ പൂർണ്ണസംഖ്യ മാത്രം മതി, മറ്റേതോടെ കിടക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാവരുടെയും വിചാരണ നമ്മൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് നമ്മൾ വചനം കേട്ടനുസരിച്ചു അങ്ങനെ രക്ഷിക്കും. അല്ലെന്നേ, ജാതികളുടെ ഒരു സംഖ്യ ദൈവസന്നിധിയിലുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇസ്രയേലല്ലാത്ത, പഴയ നിയമ അബ്രഹാമിന്റെ സന്തതികളാകുന്ന ഇസ്രയേൽ അല്ലാത്ത സകലരും ദൈവസന്നിധിയിൽ ആരായിരുന്നു? ജാതികളായിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ മരിച്ച് സ്തോത്രം ജാതികൾക്ക് വേണ്ടി രക്ഷ യഹൂദനിൽ നിന്നും തിരിച്ചുവിട്ട് ജാതികളിലേക്ക് മാറ്റിവിട്ടപ്പോൾ ആ യേശുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ച് അതിൽ കൂടെ പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുന്ന ആ പുതിയ നിയമ ഇസ്രയേൽ, അവര് ജാതികളായിരുന്നവര്, അവരുടെ ഒരു സംഖ്യ കണക്കുണ്ട്. ജീസസ്, ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 144,000 പേരുടെ കാര്യം പറയുന്നുണ്ട്. ജീസസ്. ഓരോ കൂട്ടരും ഞങ്ങളാണെന്ന് പറയും. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് ദിവസം ചെല്ലുമ്പം വ്യക്തമായി മനസ്സിലാകും അതാരായിരുന്നു. സ്തോത്രം. ഞാനൊരു വളരെ അഭിപ്രായം പറഞ്ഞാൽ കേൾക്കുന്ന പലർക്കും അത് വിരോധാഭാസമായി തോന്നും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് ആരൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാകും. സ്തോത്രം. പോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ അവിടെ പറയുന്ന ജാതികളുടെ ഒരു കണക്ക് ദൈവസന്നിധിയിലുണ്ട്. ജീസസ്. ആ കണക്ക് തികയുന്നത് വരെ ജീസസ് ഇസ്രയേൽ അംശമായി കാഠിന്യം ഭവിക്കുന്ന പറയുന്നത്. എന്നാൽ ആ കണക്ക് തികയുന്ന അന്ന് യേശു മടങ്ങി വരുത്തും. ആരെന്നൊക്കെ പറഞ്ഞാലും ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ അബ്രഹാമിന്റെ സന്തതി അല്ലാതെ ഹല്ലേലൂയ പുറത്തു കിടന്നവർ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതികളായി മാറുന്ന പുതിയ നിയമ ഇസ്രയേൽ എന്ന് പറയുന്ന ആ കൂട്ടത്തിനൊരു കണക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ ദൈവസഭ ഹല്ലേലൂയ യെരൂശലേമിൽ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ ഹല്ലേലൂയ സ്തോത്രം തുടർന്നിങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ എന്ന് ഈ കണക്ക് തികയുമോ അന്ന് യേശു മടങ്ങി വരും. ജീസസ്. അന്ന് മുതൽ ഇസ്രയേലിന്റെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയുള്ള അടുത്ത പദ്ധതിയാണ് പിന്നെ വെളിപ്പെടുന്നത്. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിന്റെ സമയം അടുത്തു എന്ന് പറഞ്ഞാൽ ഈ കണക്ക് തികയാനുള്ള സമയം അടുത്തത് കൊണ്ടാണ് ഈ പ്രതികാര നാളുകൾ വെളിപ്പെട്ടിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ എത്രയോ ലക്ഷങ്ങൾ ഇന്ന് സത്യമറിയാം. യേശുവാണ് വഴി, ഞാനാണ് വഴി, സത്യം, ജീവൻ എന്ന് പറഞ്ഞ യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആത്മാവിന്റെ രക്ഷ, ആത്മരക്ഷ കരസ്ഥമാകണമെങ്കിൽ യേശുവിൽ കൂടിയേ നാം സാധിക്കത്തുള്ളതൊക്കെ അറിയാവുന്ന നല്ലൊരു കൂട്ടമുണ്ട്. പക്ഷെ ഇവരൊന്നും അതനുസരിച്ച് അംഗീകരിച്ച് പുറത്തു വരികയില്ല. നിൽക്കുന്നിടത്ത് നിന്നവരെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് ജനത്തെ വഞ്ചിച്ചു. നിൽക്കുന്നിടത്ത് നിന്നാ മതിയെന്നും പറഞ്ഞ് ഭയങ്കര കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരുന്ന പലരും ഉണ്ടായിരുന്നു. ജീസസ്. ഭയങ്കര രോഗശാന്തി, വിടുതലും ഒക്കെ നിൽക്കുന്നിടത്ത് നിന്നാ മതി. പക്ഷെ ദൈവവചനം ശക്തമായി പറയുന്നു, നീ വേർപെട്ട് നിൽക്കണം. ഹല്ലേലൂയ. രക്തത്താൽ ജയപ്പെടും. ലോകത്തിൽ വേർപെടണം എന്നല്ല പറഞ്ഞത്,
ദൈവവചനപ്രകാരം നീ വേർപാടാചരിക്കണം. ജീസസ്, ഹല്ലേലൂയ. അനാചാര്യങ്ങളെല്ലാം കുടുങ്ങിക്കിടക്കാൻ അല്ലെന്നേ, അവരെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ അകറ്റി നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീസസ്, അതാ വിട്ടുകളയാൻ പറയുന്നത്. ജീസസ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രതികാരകാലം നമ്മുടെ മുമ്പിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ നിത്യത അതാ വലുത്. നമ്മുടെ നിത്യത, വ്യക്തിപരമായ നമ്മുടെ നിത്യത, അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തലൻ വളരെ ശക്തമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു കാര്യം, ഈ പുതിയ നിയമ ഇസ്രായേലിന്റെ കണക്ക് തികയുന്ന സമയം യേശു മടങ്ങി വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ വളരെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റവും കൃത്യമായ കാര്യമാണ്, ഏറ്റവും കൃത്യമായ. കാരണം അവിടെ ശക്തമായി പറയുന്നു, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളും. കണ്ടോ? അപ്പം ഈ യേശു വന്ന് മടങ്ങി മധ്യാകാശത്തിൽ വന്ന് ഈ എനിക്ക് വേണ്ടി കാത്തിരുന്ന ജനത്തെ ചേർക്കുന്ന സമയം മുതൽ അടുത്തത് യഹൂദന് വേണ്ടിയുള്ള രക്ഷയുടെ കാര്യങ്ങൾ അവിടെ പ്രതികാരകാലം നടക്കും, ശക്തമായി നടക്കും. സ്തോത്രം. എന്നാൽ അതിൽ കൂടി അവർക്കൊരു പിടിച്ചു നിൽക്കുന്നവർക്ക്, സഹിച്ചു നിൽക്കുന്നവർക്ക് രക്ഷയുണ്ട്. യഹൂദന് മാത്രം, അക്കാലത്ത് യഹൂദന് മാത്രമേ രക്ഷയുള്ളൂ. ജീസസ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തു. പുതിയ നിയമ ഇസ്രായേലിന്റെ ആ കണക്ക് തികയാനുള്ള സമയം അടുത്തു. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും കോടിക്കണക്കിന് ജനമാണല്ലോ കിടക്കുന്നത്. കോടിക്കണക്കിന് ജനമൊന്നും ദൈവത്തിന് വിഷയമല്ല. ജലപ്രളയം വന്ന ഉദാഹരണം, ജലപ്രളയം വന്നപ്പോൾ 8 പേരെ നീതിമാന്മാരെ കണ്ടുള്ളൂ. ലക്ഷക്കണക്കിന് ജനം ഉണ്ടായിരുന്നു, കോടിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന്. പക്ഷെ മുഴുവനും വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. കോടിക്കണക്കിന് ജനം അല്ല ദൈവത്തിന് വിഷയം. ദൈവത്തെ ആര് വാസ്തവമായി സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു, തന്റെ വചനം പ്രമാണിക്കുന്നു, അവന് 10 പേരുള്ള 10 പേര് മതി. ജീസസ്, ഹല്ലേലൂയ. അവൻ ചോദിക്കും ദൈവം അനീതിയുള്ള ദൈവം? ഞാൻ ഒരിക്കലുമല്ല. ഇത് എത്ര കാലം കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. ഹല്ലേലൂയ. നമുക്കിത് എവിടെയും മേടിക്കാൻ കിട്ടുമല്ലോ. പക്ഷേ വായിക്കാനോ അനുസരിക്കാനോ കഴിയാത്തത് ആർക്കെന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രതികാല നാളുകൾ കടന്നു പോകുമ്പോൾ അതിനകത്തോടെ ഹല്ലേലൂയ ദൈവത്തെ യേശുവിനെ സ്നേഹിച്ച് യേശുവിനോട് ചേർന്ന് ഒന്നിച്ചു പോകുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ എത്ര വന്നാലും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. പക്ഷെ നമുക്ക് കഷ്ടങ്ങളുണ്ട്. കാരണം കർത്താവിനെ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പക്ഷെ എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തെയും പിശാചിനെയും ജയിച്ച യേശു കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടമൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളെ കളിപ്പിക്കാൻ പറയുന്ന, നിശ്ചയമായും കഷ്ടമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. ഇങ്ങനെ അനവധി ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു എന്നാ വചനം പറയുന്നു. ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഖമായി എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് വളരെ തെറ്റാണ്. ആ തെറ്റായ പഠിപ്പിക്കലാണ്. അങ്ങനെ ഒന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യേശു കഷ്ടം അനുഭവിച്ചിട്ടാണ് താൻ മടങ്ങി തൻ്റെ പഴയ അനുഭവത്തിലേക്ക് കടന്നുപോയത്. ജീസസ്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഒരു കാലം വരെ പിതാവിന്റെ ആ നിത്യതയുടെ അനുഭവത്തിലായിരുന്നു നമ്മളുടെ ആത്മാവ്. ഒരു സമയത്തേക്ക് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു. ജീസസ് ഒരു സമയം വരെ ഇവിടെ പാർക്കുന്നു, വസിക്കുന്നു. പക്ഷെ ദൈവം ശ്രദ്ധിക്കുകയാണ്, ഈ ഭൂമിയിൽ വന്ന് പാർക്കുവാൻ തന്ന അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ വന്ന് പാർത്ത് ദൈവം തന്നിരിക്കുന്ന കാലം എങ്ങനെ ചെലവഴിക്കുന്നു, എങ്ങനെ ആരെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ദൈവം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അത് അയച്ച ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിൽ തിരികെ മടങ്ങി ആത്മാനിത്യതയിലെത്തും, സ്വർഗത്തിലെത്തും. അല്ല, അയച്ച ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ഈ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോകും. ജീസസ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീസസ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്ക് ഈ നാളിൽ പ്രതികാര കാലത്ത് കടന്നു പോകുന്ന ഈ നാളുകളിൽ നമുക്ക് ചുറ്റും പ്രശ്നങ്ങളാണ്. ഒരു ദിവസവും ഒരു സമാധാനമായ വാർത്ത കേൾക്കുന്നില്ല. എന്നും ഉണർന്നെഴുന്നേറ്റ് വരുന്നത് വളരെ മോശമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ്. കൊലയും കുത്തും വെട്ടും കൊലപാതകങ്ങളും ആത്മഹത്യകളും അപകടങ്ങളും അനവധിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കേട്ടോണ്ട് നമ്മൾ എഴുന്നേറ്റ് വരും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിന്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും പൊഴിഞ്ഞു പോവുകയില്ല. യെസ്, ഉറപ്പുണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് യേശുവിനോട് അടുക്കുകയല്ല, ചേർന്ന് നടക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ പ്രതികാര നാളുകളിൽ നമ്മൾ അറിയാതെ ഇന്ന് വരെ നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ചെവി കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്ത, നിങ്ങളൊക്കെ ഹല്ലേലൂയ ഒരു 15-20 വയസ്സുള്ള സമയങ്ങളിൽ കേട്ടിട്ടും കണ്ടിട്ടുമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ളതൊരു അന്ന് കേട്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ. ശാസ്ത്രം പോലും അന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്ന്. ജീസസ് ചില പ്രവാചകന്മാർ ആത്മാവിൽ എഴുതിയിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും അത് വേണ്ടതുപോലെ പരിശോധിച്ച് അത് വേണ്ടതുപോലെ വെളിപ്പെടുത്തിയില്ല. ജീസസ് മൂടി വെച്ച് പറഞ്ഞു. പിശാച് ആണത് വെളിപ്പെടുത്താഞ്ഞത്. എന്നാൽ ഈ നാളുകളിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. മുമ്പിൽ കാണുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ കണ്ട് ഭാരപ്പെടരുതെന്ന് ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മുന്നിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കണ്ട് പതറിപ്പോകാതെ ഹല്ലേലൂയ ദൈവസന്നിധി ഉറച്ചു നിൽക്കട്ടെ എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉടമനകസി ഹസ്തരപ്രവര റംഷീറബലി അസ്തരവതുലി മൗഡീറബലി അർത്ഥരപ്രവരാകര അടരക രാജക രാജകൻ അസ്തര ഹന്തൽ പ്രവര. ഓ ഹല്ലേലൂയ ജീസസ്, ജീസസ് ഹല്ലേലൂയ. ലൂറാബരക ബൗഡീറബലി അത്തുലവതുലി ബൗഡപ്രവര ഭൗഷപ്രവരാറിബൽക്കരകരകടകാരിമലി. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്ത് ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകും അത് ദൈവത്താൽ സംഭവിച്ച. അല്ലാത്തവർ വാ വിളിക്കും. എന്നിട്ട് അവര് അയ്യോ അവിടെ ഇങ്ങനെ സംഭവിച്ചേ. യെസ്, ഹല്ലേലൂയ. ഞാൻ അധികം വെളിപ്പെടുത്തുന്നില്ലെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് അധികം താമസിക്കാതെ ചില ഇടങ്ങളിൽ അത് സംഭവിക്കും. ലോറാബരക ബൗറി റുബരി അസ്തരി റിഗതരി അജനമനാജകനാജകൻ അസ്തമനക്ഷര അസ്തപ്രവരക റാംഷി റബരി അർത്ഥലവർഗ ബൗഡാറാവ ഉറവക്ഷയുടെ വേദപ്രവരകസി അർത്ഥനക്കറകരകർത്തി റഗതിരി അജിനി ഘടാദികലാദികല അർത്ഥൽക്കടകര അഞ്ചലക്കടകര ഘടക റിഗതര ഘടക അർത്ഥ റിബര ഘടക റിബര അർത്ഥപ്രവര. അല്ലേ ഭൂമികുലുക്കം ഉണ്ടായിട്ടാണോ, ആ ടവർ അതിന്റെ ബലം ക്ഷയിച്ചിട്ട് ഒടിഞ്ഞു വീഴുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്ന് കാണുന്നു, 220 kV ലൈൻ. നമുക്കറിയാം, അതേ തന്നെ 6 ലൈൻ കാണും കുറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ലൈൻ, ആ ടവർ ഒടിഞ്ഞു വീഴുന്ന, മടങ്ങി വീഴുന്ന ആ ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. കേൾക്കുന്ന ദൈവജനം പ്രാർത്ഥിക്കട്ടെ. സുറബാറബര അൽക്കര റബര അന്തലപ്രവര റൈഷപ്രവര അസ്തര റിഗതല ഘടകരാധിയാലക അൽക്കന ക്ഷമന ഘടകവർ അങ്കന ഘടകര ഔറാറബര അർത്ഥരപ്രവരക റൈഷി റബരി അജല റഗന ഹസ്തന പ്രമാണഗതി
അജമന ഘടകവർ അന്തര ഘടകര ദൈവമഹത്വം ഇറങ്ങുന്നു. റൂഢാറവര ഹടകാരിവര അന്തർപ്രവരക റൈഷീരിവരി. ഈ മെസ്സേജ് കേൾക്കുന്ന ആദ്യമേ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ആർത്തിയുള്ള ചിലരുടെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്. റുവൽക്കറുക അൽക്കേറികരി അജരെ റഗരെ അന്തരവധുരി ബൗഡപ്രവര റീവൽക്കറുക അസ്തന റിഗതന ഹടകന അല്ലേലിയ. ആടിയ കാലിന്റെ ആലേലിയ തുടയെല്ലിന്റെ ഈ പകുതി മുതൽ കാലേലിയ ആ കണങ്കാലിന്റെ ജോയിന്റിന്റെ മകള് വരെ ആലേലിയ ശക്തമായിട്ട് ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിനെ കാണിക്കുന്നു ജീസസ്. ആലേലിയ ആ കാലിന് പ്രശ്നമുള്ള ആരെയോ യേശുവിന്റെ കരം തൊടുകയാണ്. ആലേലിയ ഒരുവേള നിങ്ങളുടെ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അസ്ഥിക്കകത്ത് മജ്ജയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണും. എന്തായിരുന്നാലും ശക്തമേറിയ ദൈവ സാന്നിധ്യം ആ കാലിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. യേശു നിങ്ങളെ തൊടുകയാണ്. നിങ്ങളെ വിട്ടുവയ്ക്കുവാൻ, സൗഖ്യമാക്കുവാൻ. ഞാറാപരക ബൗരേകബലി അൽക്കേവിബലി ഹസിരേറിബലി അർത്ഥന റിവന റിവനക്കറുക അൽക്കര റിവര ഹന്തൽ പ്രവരകസി ഭൗഷപ്രവാരക റൈഷേറിവരി അസ്തനെ റിഗതനെ ഹന്തൽ പ്രമാനക ജ്ഞാത റഗതര അജന റഗതന അന്തലക്കടകര ഘട്ട റിഗതല ഘടകര ഹന്തൽ പ്രവരകസി. ഓ ശബല ഘടകവർ അന്തുൽക്കരകര ഹസ്തനി നിതൽക്കനുമന ഘടകവർ അന്തൽ കടകര. പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. പൈശാചിക ശക്തി മുന്നിൽ വന്നു നിന്ന് ഫുട്ബോൾ അടിക്കുവാൻ ഫുട്ബോൾ കളിക്കുന്നവർ കാലുയർത്തി ആ പന്ത് അടിക്കുന്നത് പോലെ നിങ്ങളെ അടിച്ച് തെറുപ്പിക്കുവാൻ തക്കോണം കാലുയർത്തി നിന്ന ആ ദുഷ്ട പിശാചിന്റെ മേലേക്ക് ഒരു ദൈവ തേജസ് ഇറങ്ങി വന്നു. നൂറാറകര ഹറകാറകര അതുരാറകര ഹന്തല ഘടക അടര ഘടക്കവരേതക രാജകർ അന്തൽക്കറുമന അർഷപ്രവരകസി. തടയാൻ നോക്കിയെങ്കിലും ജീസസ് തകർത്തുകൊണ്ട് ദൈവ ശക്തി ശക്തമായി വെളിപ്പെട്ടു. ബൗഡേറിവരെ ഹത്തുരമധുരി ബൗഡേറിവരെ ഹന്തൽപ്രവര റൈഷപ്രവര വീബൽക്കറുക യേശുവിന്റെ നാമത്തിൽ. ഓ ഞാറാറവര റവര റഗര അൽക്കര റഗതര ഹന്തല പ്രവര റംഷേറവരെ ഹന്തൽ പ്രവരെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഓ നീതൽക്കറുകെ ഒറ്റേറിവരെ അജനേറകനെ ഹസ്തൽ പ്രവരകസി സാന്തല റഗതല അടകര ലിസമ്മ എന്നൊരു പേര് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ലിസമ്മ ജീതൽ ഘടക അടകര ഘടക ശക്തമായ വൈശാലിക പോരാട്ടമുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ ശരീരത്തോട് തന്നെ വാദിക്കുന്ന പോരുകൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. അൽക്കര റഗതര ഹന്തല പ്രവര ശീവൽക്കറുകര ഘടക ഇവരെ അർദ്ധപരുക്ഷ വയടേറുവരെ. ശക്തമായി മല്ലുപിടിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രാണനോടുള്ള പോരാട്ടമാകുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടയാറകര അൽക്കന റിഗതനെ ഹത്തുനെ അന്തൽപ്രവരക റൈഷേറവരെ അസുരാറവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. നീവക്ഷമാനകനേയ അൽക്കന നിഗതന ഹനിതേ അന്തനെ നിഗതനെ ഹനിതേ നഗതനെ ഹനിതേ നഗതനെ അതില കടുക്കവലേതക രാജകൻ അന്തൽപ്രമനകസി അർച്ചനക്കറുകര അറുതാറകര ഹടക റിഗതര അത്തുര റിഗതല ഹടര റഗതല ഹന്തലപ്രവരക റൈഷക്കറുവര അർത്ഥി വരകര ബൗഡി വിവരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ലൂറാറവര റീബൽക്കറുവ വർഷീബരക പൗരാറാവ അർഷവരുക്ഷി അന്തൽ പ്രവരക റൈഡേ റവരെ അനകാരകര അൽക്കര പ്രവരകസി. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. നന്ദി പരിശുദ്ധാത്മാവേ. നീവാറവര റീവൽക്കറുവ വർഷീബരകര ബൗഡേ റിവരി അറവക്ഷയുടെ റീബൽക്കറുക അർത്ഥപ്രവരക റൈഡേ റിവരി അടര ഘടാലിക രാജകര സ്ഥല അനിത എന്നൊരു പേര് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടകര ഘടക നിന്നെ ഒരു തരത്തിലും മുന്നോട്ട് വിടാതെ, ഒരു ഉയർച്ച തരാതെ. അല്ലേ ലൂയ്യ. യേസ്. ഓരോരോ പടികൾ കയറി വരുമ്പോൾ അവിടുന്ന് പിടിച്ച് തള്ളി താഴെയിടുന്നത് പോലെ വാദിച്ചു നിൽക്കുന്ന പാരമ്പര്യ ശക്തിയുടെ പോരാട്ടം. റൂഢാറവര അടകാറവര അർത്ഥപ്രവര റീവൽക്കറുക ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ആത്മതലങ്ങൾ കയറുവാൻ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അഭിഷേകം ആ മുഖത്തെ തകർക്കട്ടെ. അതരാറകര അൽക്കര റഗതര ഹന്തലപ്രവര റംഷേറവരെ ഹന്തൽപ്രവര റൈഷപ്രമാനക നികര കടുക്കവരേതക. രക്തത്താൽ ജയമെടുക്കുന്നു.
നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. യേശുവേ, യേശുവേ. റൂറ റവന 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 അൽക്കവൻ അക്ഷവനേതക രാജക അഞ്ചവരക്ഷവരേതക രാജകർ അന്തൽ കടകര അർത്ഥേറിവരെ അതിലെ വറുക്ഷേ പൗടേറിവരെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാം നിൽക്കുന്നു ഈ പ്രതികാര നാലത്ത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് അധികം പറ്റിച്ചേരുവാൻ, അധികം സ്നേഹിച്ചു നിൽക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ നീ സ്തുതിക്കുന്നു. കർത്താവേ, ആലയമേ മുതൽ ഞങ്ങളുടെ സന്നിധിയിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളുടെ മഹത്വം കാണുവാൻ ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മതലത്തിൽ നിന്ന് ഹല്ലേലൂയ ആരാധിച്ച് അങ്ങയുടെ മഹത്വം കാണുവാൻ കൃപ തോന്നിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ആ വചനത്തെ ഏറ്റെടുക്കുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ, ക്രമീകരിക്കുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങ് തന്ന ആലോചനകൾക്കായി സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വിടുതലായി മാറണം, അനുഗ്രഹമായി മാറണം. ദുഷ്ടന്റെ പദ്ധതികളൊന്നും ജയം കാണുവാൻ അനുവദിക്കരുത് കർത്താവേ. നമ്മുടെ മക്കളോട് കരുണ തോന്നും. അങ്ങവരെ അനുഗ്രഹിക്കണം. ഭാരങ്ങൾ, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങൾ, ദുഃഖങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, വേദനകളുണ്ട്. ഹല്ലേലൂയ. കടഭാരങ്ങളുണ്ട്, ഭവനങ്ങളിൽ സ്വസ്ഥതയില്ലാത്തവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരോടും കരുണ തോന്നണമേ. സമാധാന പ്രഭുവേ, അങ്ങയുടെ തൃക്കരം തൊട്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. രാജാവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.